വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം. കേരള സ്കൂൾ ശാസ്ത്രോത്സവം പട്ടാമ്പി ഉപജില്ലയുടെ ലോഗോ പ്രകാശനം ചെയ്തു. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ചീഫ് ഡിസൈനറായി വിരമിച്ച VS പ്രകാശ് ലോഗോ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഈ വർഷത്തെ കേരള സ്കൂൾ ശാസ്ത്രോത്സവം പട്ടാമ്പി ഉപജില്ലയുടെ ലോഗോ പ്രകാശനം ചെയ്തു. നരിപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ചീഫ് ഡിസൈനറായി വിരമിച്ച VS പ്രകാശനാണ് ലോഗോ പ്രകാശന കർമ്മം നിർവഹിച്ചത്. ആദ്യമായി ഇത്ര സുന്ദരമായി ഈ ലോഗോ ഡിസൈൻ ചെയ്തതിന് സമതുമാഷനോട് പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. ഇതിനടുത്ത കാലങ്ങളിൽ നമ്മുടെ സ്കൂളിൽ വെച്ചിട്ട് ശാസ്ത്രോത്സവം നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അത്ര വലിയൊരു ഓർമ്മയില്ല. എന്നാൽ 93-ലാണെന്ന് തോന്നുന്നു. 93-ലോ 94-ലോ അത് 92-ലോ ആ കാലഘട്ടത്തിൽ ശാസ്ത്രോത്സവം നടന്നിട്ടുണ്ട്. ഞാനന്ന് ഒക്കെ പഠിക്കുന്ന കാലമാണ്, ഫൈനാൻസ് കോളേജിലൊക്കെ പഠിക്കുന്ന കാലമാണ്. പിന്നെ ഒന്ന് ചെറുപ്പം ഒരു 23-24 വയസ്സ് പ്രായമായിട്ട്. അപ്പം അന്ന് ഞങ്ങളുടെ ഒരു സാംസ്കാരിക സമിതി ഉണ്ടായിരുന്നു തിരുവേപ്പുറയിൽ, സംസ്കാരം എന്നുള്ള പേരിൽ. അപ്പോൾ ഞങ്ങളൊക്കെ ഇതിൻ്റെ ഇത്ര ഗംഭീരമായിട്ടുള്ള സ്വാഗത സംഘ രൂപീകരണവും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് ശാസ്ത്രോത്സവം തന്നെയുള്ളൂ. അതിൽ ഗണിതം അല്ലെങ്കിൽ IT അങ്ങനെ വേർതിരിവുള്ള രീതിയിലൊന്നുമില്ല, ഒന്നിച്ചിട്ടൊരു ഏർപ്പാടാകുന്നു. അപ്പോൾ അതിന് ഞങ്ങളന്ന് അതിൻ്റെ സ്വാഗത സംഘവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. അന്നൊരു ഞാൻ ഒരു 12 അടി ഹൈറ്റുള്ള ഒരു ശില്പം പേപ്പർ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ട് നമ്മുടെ സ്കൂളിൻ്റെ പ്രധാന ഗേറ്റിൻ്റെ മുന്നിൽ അന്ന് സ്ഥാപിച്ചിരുന്നു. പേരടിയൂർ LP സ്കൂളിലെ അധ്യാപകൻ സമദാണ് ലോഗോ ഡിസൈൻ ചെയ്തത്. PTA വൈസ് പ്രസിഡന്റ് MS ബഷീർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജനറൽ കൺവീനർ VM പുരുഷോത്തമൻ, നൌഷാദ്, സമദ് നെടുങ്ങോട്ടൂർ, സ്റ്റാഫ് സെക്രട്ടറി K ശ്രീജ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.